ഡ്രാഗൺ സിറ്റിയിൽ ഡ്രാഗൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും കണ്ടു. അപ്പോൾ ഞാൻ കാണാത്തതിന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ പിന്നെ നടന്നു. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ കുടമാതിരി സാധനം ഇതായി. ഇതിന് എന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ ജാസ്മീസിൽ കയറിയിട്ട് ഒരു ഐസ്ക്രീം കുടിച്ചു. ചൈനയുടെ സാധനങ്ങളാണല്ലോ ഇവിടെ മൊത്തം, അതുകൊണ്ട് എല്ലാം വിശ്വസിച്ച് വാങ്ങിച്ചിട്ട് പോകാം, ഒരു കുഴപ്പവും പറ്റത്തില്ല. പിന്നെ ആൾക്കാർ ഇഷ്ടംപോലെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. ക്യാമറ അലൗഡ് അല്ലാത്ത 3-4 ഷോപ്പുകളുടെ ഉണ്ട്. അവിടെ ക്യാമറയും കൊണ്ട് കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല. വെറുതെ പുറത്തുനിന്ന് മാത്രം ഇങ്ങനെ വീഡിയോ എടുത്ത് പോയി. അതും കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും എന്നെ കണ്ണുരുട്ടി കാണിച്ചു. ഈ പുറത്ത് കാണുന്ന ഡിസ്പ്ലേ ഒന്നും കണ്ട് അകത്ത് കയറണ്ട, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ മദാലസിനൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്നു. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കണ്ടപ്പോൾ ഞാൻ ചാടി ആ കടയിൽ കയറി. പക്ഷേ 5 എടുത്താലും 1 ഫ്രീ ആണ്. അത് ഞാൻ നല്ലോണം വായിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. ചില കടകളിൽ ഞാൻ 3-4 പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കയറി. വെറുതെ കടക്കാർക്ക് ഒരു പ്രതീക്ഷ എടുക്കുക, അതൊരു മനസ്സുഖമാണ്. പിന്നെ ഷോപ്പിലൊക്കെ കൂടുതൽ ചൈനക്കാരോ ഫിലിപ്പീൻസൊക്കെയാണ്. എല്ലാത്തിൻ്റെയും മുഖം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ലൈറ്റിൻ്റെ ഷോപ്പിലേക്ക് കയറി. ലൈറ്റിൻ്റെ ഷോപ്പൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് വെസ്റ്റേൺ കൺട്രീസിലിടുന്ന ആൾക്കാരിടുന്ന ഡ്രസ്സാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇഷ്ടപ്പെടൂ. പിന്നെ ഭാവിയിലേക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഞാനും ഒരു വിഗ് വാങ്ങിച്ചു. എൻ്റെ തലയ്ക്ക് നിറത്തിന് മുടിക്കും പറ്റിയ വിഗ് കിട്ടിയ സന്തോഷത്തിൽ പുറത്തോട്ടിറങ്ങി ഓടിയ ഞാൻ കണ്ട കാഴ്ച കണ്ട് നെഞ്ചത്ത് കൈവച്ചു. കാരണം ഇരുട്ടായി. ഇനി ഇവിടെ നിന്ന് റൂമിലെത്തണമെങ്കിൽ ഏകദേശം രാത്രി 10 മണിയാവും. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഏകദേശം 10 മിനിറ്റോളം നടന്നു. ഇനി ബസ് സ്റ്റാൻഡിൽ പോകണം, അവിടെ നിന്ന് ബസ് പിടിക്കണം. ഏകദേശം 2.5 മണിക്കൂർ പിന്നെ ഇരിക്കണം.